പുനഃസംഘടനാ നടപടികൾ വേഗത്തിലാക്കാനുള്ള ചർച്ചകൾക്കായി പുതിയ KPCC നേതൃത്വം ഡൽഹിയിൽ. AICC നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. മുൻ KPCC അധ്യക്ഷന്മാരായ K. സുധാകരൻ, K. മുരളീധരൻ, VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവർ ഉൾപ്പെടെ പുതിയ ഭാരവാഹികളും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുൻ KPCC അധ്യക്ഷന്മാരും ഡൽഹിയിലുണ്ട്. പാർട്ടിയുടെ നല്ല നിലയിലുള്ള മുന്നോട്ടുപോക്കിനായാണ് ചർച്ചകൾ. എന്നാൽ പുനഃസംഘടനയടക്കമുള്ള വിഷയങ്ങളിലെ നിലപാടുകളിൽ ഒരു വിഭാഗത്തിനുള്ള അതൃപ്തി തുടരുകയാണ്. സ്ഥാനമൊഴിഞ്ഞ KPCC അധ്യക്ഷൻ K. സുധാകരൻ ഡൽഹി ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. തിരുവനന്തപുരത്തുണ്ടായിരുന്ന സുധാകരൻ രാവിലെ കണ്ണൂർക്ക് മടങ്ങി. മുൻ KPCC അധ്യക്ഷന്മാരായ K. മുരളീധരനും VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡൽഹി ചർച്ചകളിലില്ല. അങ്ങനെ ഒരു അതൃപ്തിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. കാര്യം ഇന്നലെ KPCC ഓഫീസിൽ ഇന്നലെ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം സത്യത്തിൽ അതിനകത്ത് കാലുകുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ആളുകളുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടാണ് ഞാനതിനെ കണ്ടത്. KPCCയിലെയും DCCയിലെയും പുനഃസംഘടനയാകും ഡൽഹി ചർച്ചകളിലെ പ്രധാന വിഷയം. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം DCCകളിൽ ഒഴികെ മാറ്റം വേണമെന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനഃസംഘടനാ നടപടികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം. പൂർണ്ണമായിട്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ടാകണമെന്നില്ല. അതിൻ്റെ പ്രാരംഭ ചർച്ചകൾ കരുതുന്നു. ഓൾറെഡി നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. മിഷൻ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം. അതൃപ്തിയിലുള്ള നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് പുതിയ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.